കോളേജ് അവതരിപ്പിക്കുന്ന ഐ ഹലോ എം ജി ന്യൂസിലേക്ക് എല്ലാവർക്കും നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജിനി ജോൺസൺ. നവകേരള ബസ് ഗരുഡ പ്രീമിയം, പുഷ് ബാക്ക് സീറ്റ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ടിക്കറ്റിന് 1771 രൂപ പ്ലസ് നികുതി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന്റെ ഭാഗമായി നിരത്തിലിറങ്ങിയ നവകേരള ബസ് മെയ് 5 മുതൽ ജനങ്ങൾക്കായി ഓടിത്തുടങ്ങും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മികച്ച യാത്രാനുഭവമാണ് ഗരുഡ പ്രീമിയം എന്ന പേരിലുള്ള നവകേരള ബസ്സിന് ഉള്ളത്. KSRTCയുടെ അന്തർ സംസ്ഥാന സർവീസാണിത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട ആ യാത്ര അവസാനിച്ചു. വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് സ്റ്റേഷനോട് ഇന്ന് വിടചൊല്ലി. മെയ് 1 മുതൽ സൗത്ത് ഒഴിവാക്കി എറണാകുളം ടൗൺ സ്റ്റേഷൻ വഴിയാണ് യാത്ര. വേണാട് സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കുമ്പോൾ കാത്തിരിക്കുന്നത് ദുരിതമെന്നാണ് യാത്രക്കാരുടെ പക്ഷം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾക്ക് വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ലോകകപ്പിൽ കളിക്കും. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു.